പാലക്കാട് കോട്ടമൈതാനിയിൽ നിന്ന് അവിടെ ഇപ്പോൾ സഹോദരി ഷീന ജോൺ കേരള രക്ഷായാത്രയുടെ സന്ദേശം കൈമാറുന്നതായിരിക്കും. കോട്ടമൈതാനത്തുള്ള നല്ലവരായ നാട്ടുകാരെ, കേരള രക്ഷായാത്രയുടെ പ്രഭാത മന്ദിരത്തെ നിങ്ങൾക്ക് ഏവർക്കും ഞങ്ങൾ അറിയിച്ചു കൊള്ളുന്നു. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിക്കുന്നുണ്ടാകാം, എന്താണ് കേരള രക്ഷായാത്ര, ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന്. നിങ്ങളുടെ ഹൃദയത്തിലുള്ള പലവിധമായ ചോദ്യങ്ങളും ഉത്തരങ്ങളും ആനുകാലിക സംഭവങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ മനസാക്ഷികളുടെ ന്യായ നീതീകരണങ്ങളും ഇതിനെക്കുറിച്ച് ഒന്നുകൂടെ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനും നിങ്ങളുടെ ഹൃദയത്തിന്റെ അഭിപ്രായങ്ങളോട് ഞങ്ങൾ യോജിച്ചു നിന്ന് നമ്മുടെ നാടിന്റെ നന്മയ്ക്ക് വേണ്ടി മുഖാന്തരമായി തീരുന്ന ചില വഴികളെ കണ്ടെത്തുവാനുമാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന കേരളം, ഞാനൊരു കേരളീയനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുവാൻ ഏതൊരു മലയാളിയും മുന്നോട്ട് വരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വിദേശങ്ങളിൽ നിന്നും പാശ്ചാത്യർ വന്ന കേരളത്തിന്റെ മനോഹരിത കാണുവാൻ ഗോഡ്സ് ഓൺ കൺട്രി എന്ന നാമകരണത്തോടെ അവർ അഭിമാനത്തോടെ ഞാൻ കേരളത്തിൽ വന്ന് സന്ദർശിച്ചു എന്ന് പറയുവാൻ സന്തോഷിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിന്റെ സ്വന്തം നാട് എന്ന് പറയുന്നതിന് പകരം സാത്താന്റെ നാട് എന്ന് വിളിച്ച് പറയത്തക്കവണ്ണം അപമാനത്തോടെ ആ പേരിനുള്ളിൽ തലകൊണ്ടിച്ച് നിൽക്കത്തക്കവണ്ണം കേരളീയന്റെ ജീവിതം അഥവാ കേരളത്തിന്റെ അവസ്ഥ അധപ്പതിച്ചു പോയിരിക്കുന്നു. നാം അടുത്തയിടങ്ങളിലെല്ലാം നമ്മുടെ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടുകൊണ്ടിരുന്ന വിവിധമായ സംഭവങ്ങൾ, മാതാവ്, പിതാവ്, ഗുരു, ദൈവം എന്ന് നമ്മൾ ആദ്യകാലങ്ങളിൽ വിദ്യാലയങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളെ പഠിപ്പിച്ചിരുന്ന ആ ആപ്തവാക്യത്തിൽ നിന്ന് മാറ്റം വരുന്ന രീതിയിൽ മാതാവിനെയോ പിതാവിനെയോ വിദ്യ പഠിപ്പിച്ചു തരുന്ന അധ്യാപകനെയോ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത ദുരവസ്ഥയിലേക്ക് ഇന്ന് കേരളത്തിന്റെ പോക്ക് അധപ്പതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ സംശയമില്ല. കേരളത്തെ സഹായിക്കാൻ രക്ഷിക്കുവാൻ എല്ലാം പല വിധത്തിൽ പല നേതൃത്വങ്ങൾ ഇറങ്ങി വന്നു, ഉത്സാഹത്തോടെ പ്രവർത്തിച്ചു വന്നുവെങ്കിലും പിന്നീട് ദയനീയമായ വിധത്തിൽ പരാജയപ്പെട്ടു പോയി, അവർ പിന്മാറി. എങ്കിലും ഞങ്ങളെ ഇന്നത്തെ ദുരവസ്ഥകളിൽ നിന്ന്, ഇന്നത്തെ അക്രമങ്ങളിൽ നിന്ന്, അനീതികളിൽ നിന്ന് ആർ സംരക്ഷിക്കും? ഒരു സ്ത്രീക്ക് പകൽ പോലും ഇപ്പോൾ സുരക്ഷിതമായി നടക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ഈ കേരളത്തിൽ എന്റെ സ്വന്തം നാട് എന്ന് പറഞ്ഞ് നടക്കുവാൻ അഭിമാനമോ ധൈര്യമോ ചോർന്നു പോകുന്ന രീതിയിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുമ്പോൾ ഇവിടെ അവരെ സംരക്ഷിക്കുവാൻ ആരുണ്ട്? എല്ലാ ഭാരതീയനും എന്റെ സഹോദരി സഹോദരന്മാരാണ് എന്ന് പറയുമ്പോഴും തമ്മിൽ കാണുമ്പോൾ സഹോദരടിയോ സമീപനമല്ലാതെ കാമക്കണ്ണുകളിൽ ഉറ്റുനോക്കുന്ന നിരത്തുകളിൽ ഒരു സ്ത്രീക്ക് ധൈര്യമില്ലാതെ പോകുന്നു. ഇതിൽ നിന്ന് ആര് രക്ഷിക്കും? ഒരു മാതാവിന് തന്റെ കുഞ്ഞിനെ സ്വന്തം ഭർത്താവിനടുത്ത് ഏൽപ്പിച്ചു പോകാൻ ധൈര്യമില്ലാത്ത കാലഘട്ടം. അതുപോലെ തന്നെ തന്റെ സ്വന്തം രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ തന്റെ ഭാര്യയുടെ അടുക്കൽ അഥവാ ആ കുഞ്ഞിന്റെ അമ്മയുടെ അടുക്കൽ നിർത്തിയിട്ട് പോക്കുവാൻ കഴിയാത്ത അവസ്ഥ. അതുപോലെ തന്നെ സഹോദരനാണെങ്കിലും സഹോദരിയാണെങ്കിലും അവരെ പോലും മോനെ എന്റെ കുഞ്ഞിനെ നോക്കിക്കോണം, അല്ലെങ്കിൽ മോളെ എന്റെ കുഞ്ഞിനെ നോക്കിക്കോണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചൊരു അല്പസമയത്തേക്ക് പോലും മാറി നിൽക്കുവാൻ വയ്യ. അയൽപക്കത്തോ ബന്ധുമിത്രാദികളുടെ അടുത്തോ എന്തിന്? കുഞ്ഞുങ്ങളുടെ പൂർണ്ണ സമയം അവരുടെ ജീവിതത്തിന്റെ മുക്കാൽ പങ്കം ചിലവിടുന്ന വിദ്യാലയങ്ങളിൽ പോലും വിദ്യ അരുളിത്തരുന്ന അധ്യാപകരുടെ അടുത്ത് പോലും കുഞ്ഞുങ്ങളെ വിടുവാൻ മടിക്കുന്ന കാലം. ഇതിൽ നിന്നെല്ലാം നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? മദ്യപാനം, ആഭിചാരം, നരബലികൾ, മത തീവ്രവാദം, ഇങ്ങനെ പോകുന്നു മറ്റൊരു പട്ടിക. എന്നാൽ ഇതിലെല്ലാം എന്തുകൊണ്ട് മനുഷ്യൻ ഇത്രമാത്രം മതപ്പതിച്ചു പോകുന്നു? ആനുകാലികമായി നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ട പിതാവിനെയും മാതാവിനെയും സഹോദരിയെയും നിഷ്കരണം കൊന്ന്, പിതൃ സഹോദരിയെയും കൊന്ന് തെല്ലും കൂസാതെ വാർത്താ മാധ്യമങ്ങളിൽ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്ത് നിങ്ങൾ ആ യുവാവിനെ നിങ്ങൾ മറന്നു കാണില്ല. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുന്നത് ഒരു മനുഷ്യന്റെ മാനവികത, ഒരു മനുഷ്യന്റെ മനുഷ്യത്വം ഇത് നഷ്ടപ്പെട്ട് വളരെ മൃഗീയമായ പൈശാചികമായ ജീവിതാവസ്ഥകളിലേക്ക് കടന്നു പോകുന്നു. എന്തുകൊണ്ടാണ് മാതാവിനെയും പിതാവിനെയും സഹോദരിയെയും സഹോദരനെയും തിരിച്ചറിയാൻ കഴിയാതെ മനുഷ്യന്റെ കണ്ണുകൾ അല്ലെങ്കിൽ മനുഷ്യന്റെ അകക്കണ്ണുകൾ അന്ധമായി തീരുന്നത്? മനുഷ്യനെ സൃഷ്ടിച്ച ദൈവത്തിന് ആ മനുഷ്യന്റെ ഉള്ളിൽ ദൈവം നൽകിയ ദൈവികത അത് സ്നേഹവും സമാധാനവും സൗമ്യതയും കരുണയും വാത്സല്യവും എല്ലാം നിറഞ്ഞതാണ്. എന്നാൽ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്ന മനുഷ്യൻ അവനിൽ ഈ സൽഗുണങ്ങൾ നഷ്ടപ്പെട്ട് മൃഗീയതയുടെയും പൈശാചികതയുടെയും സ്വഭാവ രൂപങ്ങൾ, എന്തിന് സ്വന്തം ഭർത്താവിനെ തന്റെ ഇഷ്ടക്കാരനോടൊപ്പം നിന്ന് വെട്ടിനുറുക്കി കവറുകളിലാക്കി വലിച്ചെറിയത്തക്കണം ഹൃദയകാഠിന്യം വരുന്ന അവസ്ഥ.
മരണം വരെ കൈപിടിച്ച് കൂടെ ജീവിക്കാമെന്ന് പറയുന്ന ഭാര്യമാർ മറ്റൊരാളെ കാണുമ്പോൾ വഴിമാറിപ്പോകുന്നു. ഹൃദയബന്ധങ്ങൾ, കുടുംബജീവിതത്തിലെ ബന്ധങ്ങളുടെ തകർച്ചകൾ, നിരാശകൾ, ഉത്തരവാദിത്തത്തോടെ കുടുംബം പോറ്റുന്നതിന് പകരം രാവിലെ മുതൽ അധ്വാനിച്ച് കിട്ടുന്ന അധ്വാന ഫലത്തെ ബിവറേജസ് ഷോപ്പുകളുടെ മുമ്പിൽ നിന്ന് മദ്യം വാങ്ങി മദ്യപിച്ച് വഴിക്കണ്ണമായി കാത്തിരിക്കുന്ന കുടുംബാംഗങ്ങൾ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്ത് വരുന്നതിന് പകരം റോഡുകളിലും കനാലുകളിലും വീണ് കിടക്കുന്ന ദയനീയമായ അവസ്ഥ നമ്മൾ കാണാറില്ല. ഇത് സംഭവിക്കുന്നു. മനുഷ്യൻ തന്നെ സൃഷ്ടിച്ച ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ, അവനിലെ ദൈവിക നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അവന്റെ നല്ല സൽഗുണങ്ങൾ നഷ്ടമായി പോകുമ്പോഴാണ് ഇങ്ങനെയെല്ലാം പോകുന്നത്, ഇങ്ങനെയെല്ലാം സംഭവിക്കുന്നത്. എന്നാൽ നമുക്ക് യൗവനക്കാരുടെ അവസ്ഥ ഒന്ന് ചിന്തിച്ചു നോക്കാം. മക്കളെ തങ്ങളുടെ ഗർഭാവസ്ഥയിൽ 10 മാസം ചുമന്ന് അവരെ പ്രസവിച്ച് വളർത്തി വലുതാക്കിയ കുഞ്ഞുങ്ങളിൽ നല്ല ഭാവികളുടെ കുടുംബത്തിന് നെടുന്തൂണായിരിക്കും എന്ന് കരുതി വളർത്തുന്ന കുഞ്ഞുങ്ങൾ അവരും സ്വന്തമായ ഒരു ജീവിതം തിരഞ്ഞെടുക്കാൻ വേണ്ടി പോകുന്നു. ഇല്ലെങ്കിൽ സ്വന്തം ഇഷ്ടങ്ങൾക്കും സ്വന്തം പഠിക്കുവാനുള്ള കോഴ്സുകളെല്ലാം തിരഞ്ഞെടുത്ത് അവർ പോകുന്നുവെങ്കിലും അവരെ അയക്കുന്ന ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് മറ്റു വഴികളിലേക്ക് ദുർമാർഗങ്ങളിൽപ്പെട്ട് അവർ ജീവിതം നശിപ്പിച്ചു കളയുന്നു. ലോകത്തിലെ ഏറ്റവും പുരോഗമനമുള്ള ആധുനിക സാങ്കേതിക വിദ്യയായ ഇന്റർനെറ്റ് അഥവാ നമ്മുടെ വിരൽത്തുമ്പിലുള്ള ലോകം, ഇത് വളരെ ഉപകാരമുള്ളതാണ്, വളരെ ആശ്ചര്യമുള്ളതാണെങ്കിലും 4 ഇഞ്ച് വലിപ്പമുള്ള ഒരു സ്ക്രീനിനകത്ത് വലയ്ക്കുള്ളിൽ കുരുങ്ങിക്കിടക്കുന്ന യൗവന ജീവിതങ്ങൾ, യുവത്വങ്ങൾ, അവരുടെ ജീവിതം പോകുന്നത് എങ്ങോട്ട്? ഒരു വീടിന്റെ 4 മുറികളിൽ ഇരുന്ന് 4 വ്യക്തികൾ 4 മൊബൈലും പിടിച്ച് തമ്മിൽ സംസാരിക്കാതെ അതിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വീടിനകത്തോ പുറത്തോ എന്തെങ്കിലും സംഭവിച്ചാൽ പോലും അവരറിയുന്നില്ല. നിങ്ങൾക്കറിയാം. ഒരു പക്ഷെ നിങ്ങൾ കുഞ്ഞുങ്ങളെ ഒന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾ വീട്ടിലുള്ളവരോട് സംസാരിക്കാൻ നോക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയ്ക്ക് മുഖ്യ പങ്കായിട്ട് 4 ഇഞ്ച് നീളമുള്ള ഈ വിരുദ്ധൻ, ഈ മൊബൈൽ ഫോൺ നമ്മുടെ മുന്നിൽ ശത്രുവായി നിൽക്കുന്നു. കിടപ്പറയിൽ പോലും തന്റെ ഭാര്യയ്ക്ക് പകരം ഭാര്യയെ കഴിയും അടുത്ത് ചേർത്തടിച്ച് വെച്ച മൊബൈലുമായി നിൽക്കുന്ന ഭർത്താക്കന്മാരെ നമുക്കറിയാതെയില്ല. അതിലൂടെ വഴുതി വീഴുന്ന വിവേകാതര ബന്ധങ്ങൾ കുടുംബ തകർച്ചകളിലേക്ക് എത്തുന്നു. ഇതിൽ നിന്നെല്ലാം നമുക്കൊരു മാറ്റം ആവശ്യമാണ്. യൗവനക്കാരാണെങ്കിൽ തമ്മിൽ പ്രണയിക്കുമ്പോൾ നിനക്ക് വേണ്ടി എന്റെ ജീവനെ തരാം, നിനക്ക് വേണ്ടി ഞാൻ മരിക്കും എന്നെല്ലാം പറഞ്ഞ് സ്നേഹിക്കുമെങ്കിലും പിന്നീട് കാര്യത്തോടെടുക്കുമ്പോൾ അവർ കൈയൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങൾ നശിച്ചു പോകുന്നു. എന്നാൽ സ്വന്തം ജീവനെ നൽകി നിന്നെ സ്നേഹിക്കാം എന്ന് പറഞ്ഞ ഒരേ ഒരു വ്യക്തിത്വം, അങ്ങനെ ഒരു ദൈവമുണ്ട്. ആ ദൈവത്തെ ഞങ്ങൾ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ ഓരോരുത്തരോട് നിങ്ങൾ വ്യക്തിപരമായി ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പറയുവാനാകും, ഒരു കാലത്ത് ഞങ്ങളുടെ ജീവിതം നശിച്ച് തകർക്കപ്പെട്ട് നിരാശയുടെ വക്കിൽ മരണത്തിന്റെ തുമ്പിൽ എത്തി നിന്നപ്പോൾ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ കഴിയുന്ന രീതിയിൽ ഞങ്ങളെ ബലപ്പെടുത്തിയെടുത്ത് ഞങ്ങളെ രക്ഷിച്ച ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഏകസത്യ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല ഉപേക്ഷിക്കുകയുമില്ലെന്ന് വാക്ക് പറഞ്ഞും മാറാതെ നിന്ന് ഇന്നും ഞങ്ങൾ പരിപാലിക്കുന്ന നിങ്ങളെയും അതേ സ്നേഹത്തോടെ ജീവനെ തമ്മിൽ സ്നേഹിച്ച ആ ദൈവത്തിന് അതേ സ്നേഹത്തോടെ നിങ്ങളെ കാണുവാൻ, നിങ്ങളുടെ ജീവിതത്തിലെ സമാധാനം നൽകുവാൻ യേശു ക്രിസ്തു മതിയായവനെന്ന് പറയുവാൻ ഞങ്ങളെ ഇന്ന് ദൈവം നിർത്തിയിരിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, ഇതൊരു മതപരിവർത്തനമല്ലേ? ഒരിക്കലും ഇതൊരു മതപരിവർത്തനമല്ല. പള്ളിയിൽ ആളുകളെ കൂട്ടുവാനുമല്ല. മതമല്ല പരിവർത്തനം ഉണ്ടാകുന്നത് മനസ്സിനാണ്. അതപ്പതിച്ച് ജീവിതം നയിച്ച് ജീവിതം നശിച്ച് ആത്മഹത്യയിലേക്കും ദുർമാർഗങ്ങളിലേക്കും പോയി തന്റെ ശരീരവും ആത്മാവും നശിക്കുന്ന രീതിയിൽ ജീവിതം നയിക്കുന്ന മനുഷ്യന് അവന്റെ ഹൃദയത്തിന് അഥവാ മനത്തിനൊരു മാറ്റമുണ്ടായാൽ അവന്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടാകും. അവന്റെ ജീവിതത്തിനൊരു മാറ്റമുണ്ടായാൽ അവന്റെ ഭവനത്തിലും അത് അവന്റെ ചുറ്റുപാടുകളിലേക്കും സമൂഹത്തിലേക്കും അവൻ ജീവിക്കുന്ന ജില്ലയിലേക്കും അത് സംസ്ഥാനങ്ങളിലും ദേശങ്ങളിലും അങ്ങനെ രാജ്യം മുഴുവൻ ഈ ഒരു വ്യക്തിയിലുണ്ടാകുന്ന മാറ്റം പോലെ ഓരോരുത്തരിലും മാറ്റം ഉണ്ടായാൽ അത് സംഭവിക്കും. സുന്ദരവും സമാധാനപൂർവ്വം സന്തോഷപൂർണമായ ഒരു ഭാരതം കെട്ടിപ്പടുക്കുവാൻ ഹൃദയത്തിന് മനംമാറ്റം എന്നൊരു വ്യക്തിയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. മതത്തിനോ രാഷ്ട്രീയത്തിനോ വർഗീയവാദത്തിനോ പണത്തിനോ നേർച്ചകൾക്കോ വഴിപാടുകൾക്കോ ഒന്നും ഒരു മനുഷ്യന് പൂർണ്ണമായ സമാധാനം നൽകുവാനോ ഒരു മനുഷ്യനെ സംതൃപ്തി ജീവിതത്തിന് നയിക്കുവാനോ സാധിക്കുകയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെയും അധ്വാനിച്ചു കിട്ടുന്ന അധ്വാന ഫലത്തെ എത്രമാത്രം കൂട്ടിവെച്ചാലും പോരാ എന്ന് തോന്നുകയും ഇനിയും അതൃപ്തിയോടെ കൂടുതൽ നേടുവാൻ ഓടുകയും ചെയ്യുന്ന മനുഷ്യന്റെ ജീവിതത്തിന് അന്തം എന്താകുമെന്ന് ഒന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? വിശുദ്ധ ബൈബിളിൽ പറയുന്നത് ഒരുവൻ സർവ്വലോകവും നേടിയാലും തന്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനമെന്നാണ്. ഒരു മനുഷ്യൻ തന്റെ സ്വന്തം ഇഷ്ടത്തിന് ജീവിക്കുമ്പോൾ ദൈവത്തിന് വിശുദ്ധിയുടെ ജീവിതത്തിൽ നിന്നകന്ന് തന്റെ ഇഷ്ടപ്രകാരം ജീവിച്ച പാപത്തിന് അധീനമാകുമ്പോൾ അവന്റെ ജീവിതത്തിന് അവന്റെ ആത്മാവിന് മരണം സംഭവിക്കുന്നു. പാപഭംഗിലുമായ ജീവിതവുമായി വിശുദ്ധനായ ദൈവത്തിന് മുമ്പിൽ നമുക്ക് എത്തുവാൻ കഴിയുകയില്ല.
പലരും തന്റെ ജീവിതത്തിന് മോക്ഷം ലഭിക്കുന്ന നേർച്ചകൾ, കാഴ്ചകൾ, വഴിപാടുകൾ നടത്തുന്നു. ശരീരത്തെ ദണ്ഡിപ്പിക്കുന്ന വിധമുള്ള വഴിപാടുകൾ, നേർച്ചകൾ ചെയ്യുന്നു. കുരിശുമലകൾ കയറുന്നു, സമ്പാദ്യങ്ങൾ ചെലവഴിക്കുന്നു. ഇങ്ങനെയെല്ലാം ചെയ്തിട്ട് മടങ്ങി വരുമ്പോൾ തന്നോടൊപ്പം മടങ്ങി വരുന്ന അസമാധാനത്തെ വിടാതെ നിഴൽ പോലെ പിന്തുടരുമ്പോൾ ഇതിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ടാകുവാൻ ഞാൻ വീണ്ടും എന്ത് ചെയ്യണമെന്ന ചോദ്യചിഹ്നം മുന്നിൽ നിൽക്കുന്നു. ഇതിന് ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. സഹോദര, സഹോദരി, നിങ്ങൾ ഇപ്പോൾ അഭിമുഖീകരിക്കുന്ന ഏതുവിധ പ്രശ്നമാണെങ്കിലും അതിന് വശം കടബാധ്യതയാകാം, സമാധാനക്കേടാകാം, ജീവിതത്തിന്റെ നിരാശയാകാം, ആരുമില്ലെന്നുള്ള ചിന്തയാകാം. ഇല്ലെങ്കിലും അതിലും വലുതായ പ്രശ്നങ്ങളാകും. ഒരുപക്ഷെ നിങ്ങൾക്ക് പുറത്തു പറയാൻ കഴിയാത്ത രീതിയിലുള്ള വേദനകളാൽ നിങ്ങൾ നിറയപ്പെട്ട് നിൽക്കുന്നവരാകാം. ജീവിതം മതി, ഇനി എനിക്ക് ജീവിക്കേണ്ട, ഇത് അവസാനിപ്പിക്കാനുള്ള മാർഗത്തെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സഹോദര, നിങ്ങളെയും ദൈവം സ്നേഹിക്കുന്നു. മകനെ, മകളെ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ഇരുകരവും വിരിച്ചു നിന്ന് സ്വീകരിക്കാൻ മനസ്സോടെ നിൽക്കുന്ന ഈ കർത്താവായ യേശു ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി പാപത്തിന് ശിക്ഷ നമ്മൾ ഏൽക്കാതിരിക്കാൻ സ്വയം ആ ശിക്ഷ ഏറ്റെടുത്ത് കാൽവരിയിൽ മുന്നാണികളും മേൽ തൂങ്ങി പാടുകളേറ്റ് മരിച്ച് അടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിച്ചുകൊണ്ട്, മകനെ, മകളെ, നിന്റെ വിഷമം എന്ത് തന്നെയായാലും, നിന്റെ ജീവിതത്തിന്റെ അവസ്ഥ എന്ത് തന്നെയാണെങ്കിലും, നിന്റെ ഹൃദയത്തെ എനിക്ക് എന്റെ സമർപ്പിക്കുമെങ്കിൽ, എന്നെ നീ വിശ്വസിച്ച് സമാധാനപൂർണ്ണമായ ജീവിതം നയിക്കുമെങ്കിൽ ഏൽപ്പിക്കുക എന്ന് പറയുന്നു. ഒരു നിമിഷം നിങ്ങൾ നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് തന്നെ യേശു എന്റെ പാപജീവിതത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു. ഇന്ന് ആളുകളെ തുടർന്നുള്ള ഈ ജീവിതത്തിൽ നിന്ന് എനിക്ക് മോചനം വേണം. നിന്നിരിക്കപ്പെടുന്ന ജീവിതത്തിൽ എനിക്ക് സമാധാനം, സന്തോഷപൂർണ്ണമായ ജീവിതം വേണം. അത് മാത്രമല്ല, ഈ ഭൂമിയിലെ സമാധാനപൂർണ്ണമായ ജീവിതത്തോടൊപ്പം തന്നെ എന്റെ ആത്മാവിന് മോക്ഷം ലഭിക്കുവാൻ, സ്വർഗരാജ്യത്തിന് അവകാശിയായി തീരുവാൻ, നശിച്ചു പോകാതിരിക്കുവാൻ എന്റെ ഹൃദയത്തിലും വരണമേ എന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ 100% ഉറപ്പ് പറയും, നിങ്ങൾ ഹൃദയത്തിൽ യേശു വരും. അതിന് സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ അനുഭവിക്കുകയും ജീവിതം സമാധാനപൂർണ്ണമായി ഈ ഭൂമിയിലും പരലോകത്തിലുമായി തീരുവാൻ സ്വർഗത്തിന്റെ ദൈവം നിങ്ങളെ സഹായിക്കും. ഇത്രത്തോളം